വിക്രം അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തൊക്കെയോ പറയാ. അവനാ വിക്രം, നീ ആദിത്യനാണെന്ന്, അവനെ നീ എന്തോ ചെയ്ത് മാറ്റിയതാണെന്നും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. പേടിച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തു. മരിച്ചിട്ടുണ്ടാവില്ല. ഇവിടെയാ ഞാൻ വെടിവെച്ചത്. ചോര വന്നു. ഇവിടെയല്ലേ? കയ്യിലല്ലേ? അവൻ സേഫായിട്ട് പോയല്ലോ അല്ലേ? അവൻ സേഫായിട്ട് പോയെന്നോ? അവനെ ഞാൻ തന്നെ കൊന്നോളാം. അവനെ ഞാൻ തന്നെ കൊല്ലും. അവൻ പറഞ്ഞു ഒന്നും നീ മനസ്സിൽ വെക്കല്ലേ. അവൻ സൈക്കോണ്. അവൻ ഭയങ്കര ഡേഞ്ചറാണ്. അക്ഷര, നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് പറഞ്ഞിട്ട് വീട്ടില് ടൈറ്റ് ആയിട്ടൊരു സെക്യൂരിറ്റി തരാൻ പറയണം. 10-15 പേരോട് പുറപ്പെട്ട് വരാൻ പറയണം. പിന്നെ മനസ്സിലാവുന്നില്ലേ? കയ്യിൽ വെടിയേറ്റത് കൊണ്ട് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കാണും. സോ ഈ ഏരിയയിലുള്ള ഒരു ഹോസ്പിറ്റലും വിടാതെ എല്ലാ ഹോസ്പിറ്റലും ചെക്ക് ചെയ്യണം. ബേബി, നീ പേടിക്കണ്ട കേട്ടോ. ഞാൻ അവനെ തീർത്ത് കളഞ്ഞേക്കാം. സൂക്ഷിക്കണേ വിക്രം. വാ വാ. നീ വണ്ടി ഓടിക്കേ. അക്ഷര, ഇത് സത്യാണ് വിളിക്കണേ. സത്യ, ഞാനീ പറയുന്നൊന്ന് കേക്കണേ, മറുപടി പറയണ്ട. ഇപ്പൊ AC ആയിട്ട് അവിടെ ഇരിക്കണത് വിക്രം അല്ല, ആദിത്യാണ് ഇപ്പൊ വിക്രമിന്റെ ശരീരത്തിലുള്ളത്. മേലി ദിവസത്തിൽ ഒന്ന് വേഗം അറിയിച്ചോട്ടോ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ടൈം വളരെ മോശമാണ്. നല്ലൊരു ജോൽസിനെ കണ്ട സമയം. Sir, how can I help you? Laptop section, please. സെക്ഷനോട്ട് പോക്കോ സർ. Thank you. ഇതിനു മുമ്പ് തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മിസ്റ്റർ ചെറിയാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞിരുന്നു. ഞങ്ങൾ ചെയ്ത ഇൻറ്റൻസീവ് റിസർച്ചിൽ മനസ്സിലായത് സിദ്ധന്മാർക്ക് ആൾട്ടർനേറ്റീവ് എനർജിയെക്കുറിച്ച് നല്ല അറിവുകളുണ്ട്. അതെല്ലാം വരും തലമുറകൾക്ക് കൈമാറുന്നതിനായി താളിയോലകളിൽ നാരായം കൊണ്ട് എഴുതി തീർത്തു വച്ചിരിക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം പളനിമലയുടെ അടിവാരത്തുള്ളതായ ഒരു മെസ്സേജ് ലഭിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. പ്രൊഫസർ ചെറിയാൻ ഫ്രം ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. തേടിയ വള്ളി കാലിച്ചുറ്റി. സാർ, അത് ഐ എം സോറി ടു സേ ദിസ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ആദിത്യനെക്കുറിച്ച് കമ്മീഷണറിൽ വ്യക്തമായ കംപ്ലൈൻറ്റ് ഞാൻ കൊടുത്തതാണ്. ഞാൻ ഡൽഹി വരെ പോയിട്ട് വന്നപ്പോൾ ഫയർ ആക്സിഡൻറ്റിൽ കമ്മീഷണർ മരിച്ചെന്ന്. സാർ, ആദിത്യൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. അവൻ ജയിലിൽ ചാടിയത് വളരെ ഡേഞ്ചറാണ്. പ്ലീസ് ഉടനെ അവനെ അറസ്റ്റ് ചെയ്യണം സാർ. സോറി സാർ. ചെറിയൻ ഹിയർ. സാർ, ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ വിക്രം സംസാരിക്കുന്നു. ഒരു കേസിന്റെ കാര്യത്തിന് സാറിന് കാണണം. എന്താ നിങ്ങൾ പറഞ്ഞ AC വിക്രം? യെസ് സാർ. സാർ, നിങ്ങളല്ലേ അസിസ്റ്റന്റ് കമ്മീഷണർ വിക്രം? ഓ സോറി സാർ, വേറൊരുത്തൻ ഞാനാണ് അസിസ്റ്റന്റ് കമ്മീഷണർ വിക്രം എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓ, പ്രൊഫസർ വരെ എത്തിയല്ലേ? സ്പീക്കർ. പറഞ്ഞോളൂ സാർ. നിങ്ങളും കമ്മീഷണറും ആദിത്യ എന്നൊരാളെ കുറിച്ച് സംസാരിച്ചു. സാർ, നിങ്ങൾ മീറ്റ് ചെയ്ത വിവരം അറിഞ്ഞ് ആദിത്യ കമ്മീഷണറെ കൊന്നുകളഞ്ഞു. അതെ സാർ. ഒരു കേസിൽ അവനെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് അവനൊരു പവർ ഉണ്ടെന്ന് മനസ്സിലായത്. പവറോ? അതെ സാർ. കൂട് വിട്ട് കൂട് മാറുന്ന ശക്തി. ഇപ്പൊ എന്റെ ശരീരത്തിൽ അവനും അവന്റെ ശരീരത്തിൽ ഞാനുമാണ്. സാർ, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്ത പ്രോജക്റ്റിനെ കുറിച്ച് ഞാൻ വായിച്ചു. അതിൽ ബോഗന്റെ താളിയോലയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ താളിയോല എങ്ങനെ അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് സാർ. അതിൽ നിന്നായിരിക്കും ഈ ശക്തിയെല്ലാം കിട്ടിയിരിക്കുക. ഭാഗ്യം, അവനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ടീം ആ താളിയോല കൈക്കലാക്കി. അതിപ്പോ എവിടെയുണ്ടെന്ന് എനിക്കറിയാം സാർ. എനിക്ക് വീണ്ടും വിക്രമായി ജീവിക്കണം. ആദിത്യനെ നശിപ്പിക്കണം. അതിന് സാറിന്റെ സഹായം വേണം സാർ. സാറിന് കൊണ്ടത് പറ്റും. പ്ലീസ്. ഓക്കെ, എവിടെ വരണം? 11 o'clock സ്കൈ മാളില് മീറ്റ് ചെയ്യാം സാർ. നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി, ഞാൻ പിക്ക് ചെയ്തോളാം. ശരി. പ്രൊഫസർ സാർ, എന്നെ മറന്നത് കണ്ടില്ലേ? താങ്കളുടെ അസിസ്റ്റന്റ് ആദിത്യ. അവൻ എപ്പോഴും ഈ ഒരു ജോലിയുള്ളൂ.
എല്ലാരെയും ഫോൺ ചെയ്ത് ആപത്തിലാക്കും. ആദ്യം കമ്മീഷണർ, ഇപ്പൊ താങ്കളും. എന്താ ആദിത്യ, നിന്റെ ശക്തി കുറഞ്ഞതുപോലെ? താഴെ വെക്കടാ, അത് വെക്കടാ താഴെ. എടാ മോനെ, 30 വർഷമായിട്ട് ഓലയ്ക്ക് വേണ്ടി അലഞ്ഞ് 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 അതിനിടയ്ക്ക് നീ വന്ന് അടിച്ചോണ്ട് പോയി അല്ലടാ. ആ പവർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ CM PM എന്തിന്? അമേരിക്കൻ പ്രസിഡന്റ് ശരീരത്തിൽ കയറി ഈ ലോകം ഞാൻ എന്റെ കൈക്കുള്ളിലാക്കിയേനെ. എന്നാ നീയോ ഒരു പോലീസുകാരൻ്റെ അച്ഛന്റെ ശരീരത്തിൽ കയറി മോഷ്ടിച്ച് നാണം കെട്ട് അപമാനിതനായി. അയ്യയ്യയ്യയ്യേ, എന്താടാ നോക്കുന്നേ? ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ചു? അല്ല ആദിത്യ, ആദിത്യ, നിന്റെ പവർ എങ്ങനെ വർക്ക് ചെയ്യും? ഈ ശരീരത്തിൽ നിന്നും നിന്റെ ശരീരത്തിലേക്ക് പോയാലല്ലേ വേറൊരു ശരീരത്തിലേക്ക് പോകാൻ കഴിയൂ. നേരിട്ട് ഈ ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് പോകാൻ കഴിയില്ലല്ലോ. ഇപ്പോ നിന്റെ പവർ 0. ആദിത്യ, നിനക്ക് നിന്റെ ശരീരം വേണം. അത് കിട്ടണമെങ്കിലോ ഈ ഞാൻ വേണം. എന്തു ചെയ്യാനാ? അവൻ എന്നെ അവിശ്വസിക്കുന്നത്. ഞാൻ പോയെങ്കിലേ അവൻ വരുവുള്ളൂ. അവനെ നീ എടുത്തോ. അവൻ ഒളിച്ചു വെച്ചിരിക്കുന്ന താളിയോല ഞാൻ എടുത്തോളാം, അത്രേ ഉള്ളൂ. ഏയ്, ഓഫർ തരുവാണോ? ഞാൻ തരുന്നത് ഓഫറല്ല, ലൈഫ് പവർ. വേണമെങ്കിൽ എടുത്തോ, ഇല്ല തീർത്തേക്ക്. ഐ കെയർ ഡാം. ഓ കം ഓൺ ബോയ്, ദിസ് നോ ദ വേ, ജസ്റ്റ് ലൈക്ക് എ ഡീൽ. ആദ്യം അവനെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ. അവനെ തട്ടിയിട്ട് തന്നെ തട്ടാം. ഡീലിന് വന്നിരിക്കുന്നു. ഡൺ. അത് കലക്കി. ഹലോ സർ, ഞാൻ വിക്രമാ. നമ്മൾ മീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആരോടെങ്കിലും സംസാരിച്ചോ? ഇല്ല. എന്താ? മാളിൽ നിന്നാണ് സാർ സംസാരിക്കുന്നത്. അവൻ മാളിലിരുന്നാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങളവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? പിടിക്കവനെ. സാർ ഓക്കെ സാർ, നീ അവനെ ഫോളോ ചെയ്യ. സാറിന് ചുറ്റും മഫ്തിയിൽ പോലീസും. പോലീസോ? ഞാൻ തിരിച്ചു വിളിക്കാം. സാർ ലൈൻ കട്ടായി സാർ. നീ ട്രൈ ചെയ്യ. എന്താടാ, എന്നോട് ഡീൽ ഉറപ്പിച്ചിട്ടും മഫ്തിയിൽ പോലീസിനെ അയച്ച് എന്നെ ഫോളോ ചെയ്യുന്നു? ഹലോ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ റൈറ്റിൽ എസ്കലേറ്റർ ഉണ്ട്. സാർ, പ്രൊഫസറിന്റെ നമ്പറിലേക്കല്ല കോൾ വന്നത്. ഏതോ പുതിയ നമ്പറിൽ നിന്ന് അവർ വിളിക്കുന്നത്. പുതിയ നമ്പറോ? കീപ് ഗോയിങ് സർ. നിങ്ങൾ പ്രൊഫസർ, അവൻ എക്സലേറ്റർ കയറി പോകുന്നത് നോക്ക്. ഫോളോ ചെയ്യേ വേഗം. സെക്കൻഡ് ഫ്ലോർ. എനിക്ക് 2 പേരും വേണം. ഷുവർ സർ. എൻട്രി എക്സിറ്റ് പാർക്കിംഗിൽ ഇരിക്കുന്ന ഒരു ക്യാമറ പോലും മിസ് ചെയ്ത് നോക്കണം കേട്ടോ. മൊത്തത്തിലായിട്ട് നിങ്ങളൊന്ന് വാച്ച് ചെയ്യണം. മുന്നോട്ട് വരും, എസ്കലേറ്ററിന്റെ താഴെ വരും. സെക്കൻഡ് ഫ്ലോർ. ആയിരക്കണക്കിന് നമ്പർ ട്രാക്കിംഗ് ആവുന്നുണ്ട് സാർ. ഇതിൽ ആ നമ്പർ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാർ. നേരെ വരൂ സർ. ഞാൻ പറയുന്നത് പോലെ ചെയ്യണം സർ. ക്രൗഡിനിടയിൽ മാത്രം വന്നാൽ മതി. നേരെ വരൂ സർ. ഇപ്പോ പ്രൈമർ ഷോപ്പില്ലേ, അവന്റെ പുറകെ തന്നെ പോ. ഞാൻ ഷോറൂമിന്റെ എൻട്രൻസിൽ തന്നെയുണ്ട്. അത്ര അടുത്ത് കൂടെ ഒന്നും പോകരുത്. നമ്മൾ ഫോളോ ചെയ്യുന്നത് അവരറിയാൻ പാടില്ല. ഇപ്പൊ ടേൺ ചെയ്ത് അതേ ഡയറക്ഷനിൽ വരും. നേരെ നടക്കൂ സർ, നിങ്ങളുടെ പുറകെ വരും സർ. അവർ സാറിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. കോട്ട് ഊരു സർ. കുനിഞ്ഞ് കോട്ട് താഴെ ഇടും. ഗെറ്റ് അപ്പ് സർ. ലെഫ്റ്റിലേക്ക് വരും. യെസ്.